നമുക്ക് പോവാം. 5 മണിക്ക് ഇവിടെ എത്തുവേ. മിസ്റ്റർ ജയപാലൻ ഇവിടെ രാവിലെ എല്ലാ ദിവസവും വരികയും ഞങ്ങളുടെ മോർണിംഗ് സീ വാക്ക് അസോസിയേഷൻ്റെ മെമ്പറാവുകയും അദ്ദേഹത്തിൻ്റെ കാലത്തെ ഉള്ള വ്യായാമ മുറയും അതിനുശേഷം അദ്ദേഹം കടലിൽ ഏതാണ്ട് 1 മണിക്കൂറോളം വളരെ ആയാസമില്ലാത്ത നീന്തൽ പ്രകടനങ്ങൾ വയ്ക്കാറുണ്ട്. ശേഷം വീണ്ടും അദ്ദേഹം പറയാറുണ്ട് ആരോഗ്യത്തിന് ചില ദിവസം ഒരു ഫ്രഷ്നെസ് തോന്നുന്നതിന് വീണ്ടും നീന്തണമെന്നുള്ള തോന്നലാണ് ഉണ്ടാകുന്നത്. ആ നീന്തലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കാണുന്ന ശരീരത്തിൻ്റെ ഒരു രഹസ്യം. ഞങ്ങളിപ്പോൾ ഓമന പേരിട്ട് ഞങ്ങൾ കടൽ മുത്ത് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾക്കും പ്രയോജനം തോന്നാറുണ്ട് നീന്തണമെന്ന് ഇദ്ദേഹത്തെ നീന്തൽ കാണുമ്പോഴത്തേക്ക്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതിൻ്റെ പുറത്ത് ഞങ്ങളിപ്പോൾ അസോസിയേഷൻ്റെ കെയർ ഓഫിൽ പല ഹെൽത്തിന് സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മെയിൻ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് ശ്രീ ജയപാലൻ തന്നെയാണ്. പിന്നെ മറ്റ് കാണുന്ന ഇതിലെ പോകുന്ന മോർണിംഗ് വാക്ക് നടത്തുന്ന പലർക്കും ഇദ്ദേഹത്തിൻ്റെ നീന്തൽ ഒരു കൗതുകമായിട്ടാണ് നോക്കി നിൽക്കാറ്. പലപ്പോഴും ചില ഫോറിനേഴ്സ് വരുമ്പോഴത്തേക്കും അവരും വന്നവിടെ ഇരുന്ന് ഇദ്ദേഹമായിട്ട് സലപിക്കാറുണ്ട് ഈ നീന്തലിൻ്റെ. അദ്ദേഹം അവിടെ കടലിൻ്റെ മുട്ടി വരെ പോകുന്നുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിൽ കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. പറയാം. മനുഷ്യൻ ശാസ്ത്രപരമായിട്ട് വളരെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അവൻ പ്രകൃതിയുടെ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. പ്രകൃതിക്കെതിരായിട്ടാണ് അവരുടെ
മനുഷ്യൻ്റെ പ്രവർത്തനമൊക്കെ. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ പൂർണ്ണമായ അവസ്ഥ, പരിശുദ്ധമായ അവസ്ഥ രാവിലത്തെ സൂര്യോദയ സമയത്താണ്. ഹിന്ദുക്കൾ തന്നെ പറയാറുണ്ട് പഞ്ചഭൂതങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നതെന്ന്. പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം വരും, ഭൂമി വരും, സൂര്യൻ വരും, വായു വരും, അങ്ങനെ പലതും. അപ്പം അതിൻ്റെയൊക്കെ നല്ല ഒരു അവസ്ഥയാണ് രാവിലെ. ഈ രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വന്ന് ഈ മണ്ണിനെയും ഈ ജലത്തെയും ഈ വായുവിനെയും ഈ സൂര്യനെയും സ്നേഹിച്ച് അത് സ്വീകരിച്ച് അത് നല്ലവണ്ണം സ്വീകരിച്ച് എക്സസൈസ് ചെയ്ത് വരികയാണെങ്കിൽ ആ ദിവസം കംപ്ലീറ്റ് വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കാനും ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും പ്രവർത്തിക്കാനും പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ കടലിനെ സംബന്ധിച്ചോളം കടലിൻ്റെ ഡെൻസിറ്റി സാധാരണ വെള്ളത്തിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നീന്തുമ്പോഴത്തേക്ക് ശരീരം ഭയങ്കര ടഫാവും. ഏകദേശം ഒരു 7 മാസം കൊണ്ടാണ് ഞാൻ ഇത് അതിനിടയിൽ പലയിടങ്ങളിലും പോയി. എൻ്റെ 22ാമത്തെ വയസ്സിൽ വളരെ കഷ്ടപ്പെട്ടാണ്, 1 മാസം കഷ്ടപ്പെട്ടാണ് ഇത് നീന്താൻ പഠിക്കാൻ പറ്റിയത്, 22 വയസ്സിൽ. പിന്നെ പലപ്പോഴും വരും ഇവിടെ. ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ടാണ് വളരെ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഏകദേശം ഒരു 10-12 കിലോ എനിക്ക് കുറയ്ക്കാനും പറ്റി. ശരീരത്തിന് കുറച്ച് ടഫ്നെസ് കൂടി. എൻ്റെ ജോലിയിലും തന്നെ വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കാനും പറ്റി. ഈ കടൽ വെള്ളത്തിൽ എല്ലാ മിനറൽസും ഉണ്ട്. ഈവൻ ഈ ട്രിപ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവിടെയാണ്. നമ്മൾ അതിനു വേണ്ടി അവിടെ പോകേണ്ട കാര്യമില്ല. സോ വളരെ ചീപ്പായിട്ട് ഒരു ചിലവും ഇല്ലാതെ ആരോഗ്യം നേടണമെന്നുണ്ടെങ്കിൽ കടപ്പുറത്ത് വന്ന് എക്സസൈസ് ചെയ്ത് പ്രകൃതിയെ സ്നേഹിക്കുക, ഒരു പൂർണ്ണ ആരോഗ്യവനാവാൻ സാധിക്കും. ജലകന്യകയുടെ ശോചനീയാവസ്ഥ. ജലകന്യകയും കളി